അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ സാധാരണ ഹോം സ്കൂളിങ്ങിന് ചെയ്യാറുള്ളത് പോലെ തന്നെ ഹോം സ്കൂളിങ്ങിൻ്റെ PDF മൊഡ്യൂളിൻ്റെ PDF അതിൻ്റെ PPT അതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൻ്റെ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഇതാണ് നമ്മൾ തരാറുള്ളത്. ഈ PPT കൃത്യമായി ഉപയോഗപ്പെടുത്താനും PDF നേരത്തെ വായിക്കാനും ഈ വീഡിയോയുടെ ആ പോയിൻ്റുകൾ തട്ടിച്ചു നോക്കാനും നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മുഴുവൻ കേൾക്കാതെ സ്കിപ്പ് ചെയ്തിട്ടോ സ്പീഡിലോ കേൾക്കുമ്പോൾ ഇതിൻ്റെ അന്തസത്ത കൃത്യമായി കിട്ടാതെ ക്ലാസ് എടുക്കുന്ന ഒരു ദുരന്തം ഹോം സ്കൂളിങ്ങിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരു ക്ലാസ് നിങ്ങളായിരിക്കും എടുത്തിരിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീഡിയോ 2 പ്രാവശ്യം കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മൊത്തം ഒരു ഊടും പാവും നമുക്ക് മനസ്സിലാവാം. ഇവിടെ കൂട് തകർക്കാതെ തേൻ കുടിക്കണം, അതാണ്. ഒരു തേനീച്ചക്കൂട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, തകർത്ത് കളയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ നിന്നും മെല്ലെ തേന് മാത്രം അടർത്തിയെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളെ ബാക്കിയാക്കി ആ തേനീച്ചയെ വീണ്ടും വളർത്താം. ഇവിടെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ ആ കുട്ടികളെ മാനസികമായി തളർത്തി അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിച്ച് അവരെ പാരൻറ്റിങ്ങിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ശരിയായ നിലപാടാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ 2 പേരെ നമ്മൾ നിരീക്ഷിച്ച ഒരേ വിഷയത്തിൽ തന്നെ സംസാരിക്കുമ്പോൾ ഒരാളുടെ പ്രസംഗത്തിന് മുമ്പിൽ ഉറങ്ങി തൂങ്ങില്ല, മറ്റൊരാളുടെ പ്രസംഗത്തിന് മുമ്പ് ഒരു ഉറക്കം തൂങ്ങിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അതേപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ അവരേർപ്പെടും. മൊബൈലെടുത്ത് കളിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രസംഗിക്കുന്ന ആൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് അയാളെ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ മറ്റൊരാളുടേത് കാത് കൂർപ്പിച്ച് കേൾക്കും, സാഗൂതം ശ്രദ്ധിക്കും. അവിടെ കണ്ണും കാതും ഒക്കെ എന്ത് ചെയ്യും, പാളിപ്പോകാതെ അവരെന്ത് ചെയ്യും, അതിൽ ലയിച്ചിരിക്കുന്നൊരവസ്ഥ ഉണ്ട്. മറ്റൊരാളുടേത് എന്ത് ചെയ്യും, ശ്രദ്ധാപൂർവം കേൾക്കുന്നില്ല, അതേപോലെ പരസ്പരം സംസാരിക്കുന്നു, മൊബൈലെടുത്ത് കളിക്കുന്നു. ഈ 2 വ്യത്യസ്ത വ്യക്തികളുടെ ആ ഒരു ശൈലിയും അവരുടെ ഒരു പോസിറ്റിവിറ്റിയും അതൊക്കെ ഉള്ള വ്യത്യാസമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ആ ക്ലാസ്സിൽ എഫക്റ്റ് ചെയ്യുന്നത്. ഒരു അധ്യാപകൻ്റെ കരം ഗ്രഹിക്കാൻ കുട്ടികൾ വ്യഗ്രത കൂട്ടുന്നതും മറ്റൊരു അധ്യാപകൻ്റെ അടുത്തേക്ക് അടുക്കാത്തതും എന്തുകൊണ്ടാണ്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഒരധ്യാപകനെ നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകൻ, അതേപോലെ ചെറുപ്പത്തിൽ നമ്മൾക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന അധ്യാപകൻ, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സൽസ്വഭാവം എന്നാണ് നമുക്ക് മറുപടി പറയാൻ സാധിക്കുക. ആളുകൾക്ക് കഴിവും പ്രാപ്തിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. എല്ലാ ആളുകൾക്കും ഒരേപോലെ പെരുമാറാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇന്നലെ ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു അയാൾക്ക് ഒരാളോട് ദേഷ്യം വന്ന കാലാകാലം അയാളോട് ദേഷ്യപ്പെട്ടിരിക്കും, എന്താണത് മാറ്റാനുള്ള വഴി എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ആ ഒരു ദേഷ്യം ഒരു നിമിഷാർത്ഥം കൊണ്ടുണ്ടായതാണ്. അത് ഒരു വിഴുപ്പ് പോലെ നമ്മുടെ മാനസിക ഭാണ്ഡത്തിലെടുത്തു വെച്ച് അതിനെ വീണ്ടും വീണ്ടും മലിനീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ അതിലൊക്കെ ആ രൂപത്തിൽ കാണാം. ഇങ്ങനത്തെ ആളുകൾക്ക് കുട്ടികളോട് വിദ്വേഷം, ഭാര്യയോട് വിദ്വേഷം, ഭർത്താവിനോട് വിദ്വേഷം, ഈ വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഒരിക്കലും എന്തില്ല, അവർക്ക് മാനസികാരോഗ്യമോ ശാരീരികാരോഗ്യമോ ഒന്നും ഉണ്ടാവില്ല. ആരെയും സ്വാധീനിക്കാനും ഇടപഴകാനും എന്ത് ചെയ്യും, വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ സാധനം എടുക്കുകയാണെങ്കിൽ ആ എടുക്കുന്ന സാധനത്തെ ഏത് രൂപത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാരം കുറയ്ക്കാനുള്ള മാർഗം. ആ മാർഗത്തെ അതേപോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ ഒരു തിരിച്ചറിഞ്ഞ് പെരുമാറാൻ കഴിയുക. നമ്മളെ വിഷമിപ്പിച്ച ഒരാൾ, അപ്പോൾ അതിൻ്റെ മെത്തേഡ് നമുക്ക് മനസ്സിലായി, അയാൾ വിഷമിപ്പിക്കുന്ന മെത്തേഡ് മനസ്സിലായി. അതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അയാളെ വിഷമിപ്പിച്ചാലോ അപ്പോൾ അയാൾക്ക് വിഷമം ഉണ്ടാവില്ലേ? അത് ഒരു ശരിയായ രീതിയല്ലല്ലോ. നമ്മൾ അനുഭവിച്ച ചില ആളുകൾ ചെറുപ്പത്തിൽ പീഡനം അനുഭവിക്കും, ബുദ്ധിമുട്ട് അനുഭവിക്കും. അവരെന്ത് ചെയ്യും, വലുപ്പത്തിൽ അതിന് പ്രതികാരം ചെയ്യും. പ്രതികാരം ചെയ്യുന്നത് ആരോടാണ്? പീഡനം അനുഭവിച്ച ആളെ പീഡിപ്പിച്ചവരോടല്ല, മറിച്ച് അതിൻ്റെ താഴേക്കിടയിലുള്ള മറ്റുള്ള ആളുകളോട് എന്ത് ചെയ്യും,
ഇതൊരു ചെയിനായി പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഓരോ വ്യക്തിക്കും അത് ബാധിക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രിയം നിറഞ്ഞ വിധത്തിൽ മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി ഒരു ഉത്തരം പറഞ്ഞു. ആ കുട്ടിക്ക് ഒരു മഹാസദസ്സിൽ നിന്ന് ഈ പ്രഭാഷകൻ അയാളുടെ പേന സമ്മാനിച്ചു. ഈ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. അതോടുകൂടി ആ പേന കിട്ടിയതോടുകൂടി ഖുർആനിൻ്റെ കാര്യത്തിലും മതപഠനത്തിലും പിന്നിലായ ഒരു കുട്ടി അവന് മുമ്പനായി. പിന്നെ അവനെ വർഷങ്ങൾ കഴിഞ്ഞ് കാണുന്നത് ഒരു പള്ളിയിലെ ഇമാമായിട്ട് ഖത്തീബായിട്ടാണ്. അപ്പോൾ അയാൾ പറയാണ്, എനിക്ക് അന്ന് കിട്ടിയ ചെറിയ സമ്മാനമുണ്ടല്ലോ, ആ സമ്മാനത്തിൻ്റെ പ്രചോദനം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ഒരു സമ്മാനം, ഒരു പ്രിയം നിറഞ്ഞ ഒരു വാക്ക്, ഒരു പ്രവൃത്തി, ഒരാളോടുള്ള പുഞ്ചിരി, അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കുട്ടിയോടുള്ള ശൈലി എന്താവണം? അത് ഒരു കുട്ടി പരീക്ഷ അടുത്തിരിക്കുകയാണ്. പരീക്ഷ അടുത്തൊരു സമയത്തും സന്ദർഭത്തിലും ആണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. പരീക്ഷൻ്റെ ഒരു കാലം കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഇത് കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ പരീക്ഷാ ടൈമിൽ ഒരു കുട്ടി വ്യത്യസ്ത സമീപനം സ്വീകരിക്കും. ആ കുട്ടിയോട് ഒരു കുട്ടി മൊബൈലെടുത്ത് കളിക്കുകയാണ്. അപ്പോൾ എന്ത് പറയും? ഒന്ന് റാഷിദ് പോയി പാഠം വായിക്കൂ, മൊബൈലിൽ ഇങ്ങനെ ഇരിക്കാതെ എന്ന് പറയുമ്പോൾ അതൊരു നിർദ്ദേശമാണ്, ഒരു ഉപദേശമാണ്. രണ്ടാമത്തെ പറയാം, അംജദ് പഠിക്കാതെ നടക്കുകയാണെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇനി ശ്രദ്ധിക്കൂല, എൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടും, നിനക്ക് ഞാനൊന്നും ചെയ്തു തരില്ല എന്നൊരു നെഗറ്റീവ് തോട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് വേർഡ് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തത്, മുനീർ പുസ്തകമെടുത്ത് വായിക്കുന്നതല്ലേ ഇപ്പോൾ മൊബൈൽ കണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത്, പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടുമല്ലോ. ഈ മുനീറിനോട് സംസാരിച്ച പാരൻറ്റിൻ്റെ ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മുനീർ, പുസ്തകമെടുത്ത് വായിക്കുന്നതല്ലേ ഇപ്പോൾ മൊബൈൽ കണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത്, അത് നിനക്ക് പരീക്ഷയ്ക്ക് ഉപകരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് ഉപകാരം കിട്ടാനാണ് ഈ കാര്യം പറയുന്നത്. ഞാൻ പരീക്ഷയിൽ പ്രയാസപ്പെടരുത്, എന്നെ ഉപദേശിച്ച ആൾ അത് അങ്ങനെ കണ്ടിട്ടാണ് പറയുന്നത് എന്ന് ആലോചിക്കണം. അത് നിർദ്ദേശ രൂപത്തിലാണ് അയാൾ പറഞ്ഞത്. മറ്റത് കൽപ്പനാ രൂപത്തിൽ, മറ്റത് വിമർശന രൂപത്തിലൊക്കെയാണ് മറ്റേ മറുപടികൾ ഉണ്ടായത്. ഒരാൾ ഭാര്യയോട് പറയണേ, ആമി അല്പം ചൂടുവെള്ളം കിട്ടിയാൽ നന്നായിരുന്നു. അവിടെ ഭാര്യ ചൂടുവെള്ളം കൊണ്ടുവന്നിരിക്കും. ഒരു ലേശം ചൂടുവെള്ളം കിട്ടാൻ ഇനി ആരോടാ ഞാൻ പറയുക? അങ്ങനെ പറയാമല്ലോ. ഈ രണ്ട് ശൈലിയും വ്യത്യാസമുണ്ട്. ആയിഷ, ഇന്നത്തെ അത്താഴം കുറച്ച് നേരത്തെ ആക്കിയാലോ? ഭാര്യയോട് പറയണം, ആയിഷ ഇന്നത്തെ അത്താഴം കുറച്ച് നേരത്തെ ആക്കിയാലോ? ആ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവർ കണ്ടെത്തിങ്ങാണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അതേപോലെ ഭർത്താവിനോട്, മക്കൾക്ക് വസ്ത്രം എടുത്താൽ കല്യാണത്തിന് വരുന്ന ഏതിനും കല്യാണത്തിനും ഒപ്പം ആ വസ്ത്രം ഉപയോഗിക്കാമായിരുന്നു, എന്നാൽ നമുക്ക് പണം ലാഭിക്കാമായിരുന്നു എന്നൊരു ഭാര്യ പറയുകയാണ്. ഭർത്താവ് അംഗീകരിക്കും. അതേപോലെ നാളെ അവധിയല്ലേ, കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ഭക്ഷണം പുറത്തുനിന്നാക്കിയാലോ? ഭക്ഷണം പുറത്തുനിന്നാക്കിയാൽ നമുക്ക് കുട്ടികളോട് കുറച്ച് സമയം അധികം കിട്ടുമല്ലോ. ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം കൂടി എനിക്കെന്ത് ചെയ്യാം? കുട്ടികളോടൊത്തും നിങ്ങളോടൊത്തും ചെലവഴിക്കാമല്ലോ. ഒരു ഉപകാരത്തെ എടുത്തു പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ ഉപകാരത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് അതിനെക്കുറിച്ചുള്ള ആൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഉപകാരം കിട്ടട്ടെ എന്ന് വിചാരിച്ച് അയാൾ പെട്ടെന്ന് സമ്മതിക്കും. അതാണ് അതിലുള്ള ഒരു മർമ്മം. ശൈലി നന്നാക്കൽ പ്രധാനമാണ്. ഹാമിദ്, സ്വർഗത്തിൽ കടക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? ഹാമിദ്, സ്വർഗത്തിൽ കടക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? അതേ എന്ന് പറഞ്ഞാൽ എന്നാൽ കൃത്യമായി നമസ്കരിച്ചാൽ മതി. അപ്പോൾ കൃത്യമായി നമസ്കരിക്കാത്ത ഹാമിദിനെ ചീത്ത പറയുന്നതിനേക്കാൾ നല്ലത് സ്വർഗത്തിലെത്താൻ നിനക്ക് ആഗ്രഹം ഉണ്ടോ ചോദിക്കുക. ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ കൃത്യമായിട്ട് നമസ്കരിച്ചാൽ മതി, ഖുർആൻ പാരായണം ചെയ്താൽ മതി, സ്വർഗത്തിലെത്തും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹാമിദിനെ ഉപദേശിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയുള്ള മാതൃക എന്താണ്? അടുത്തത് അതാണ് ചോദ്യം. ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുകയാണ് നമ്മൾ ഈ ഒരു പാരൻറ്റിങ് ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. എന്താണ്? ചിലത് പഠിപ്പിക്കാൻ എന്ത് ചെയ്യും? തത്വങ്ങൾ പറയുന്നതിനേക്കാൾ ചോദ്യം ചോദിക്കാൻ നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു. അയാൾ പറഞ്ഞു, പ്രവാചകനെ, എൻ്റെ ഭാര്യ ഒരു കറുത്ത കുഞ്ഞിനെ പ്രസവിച്ചു, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും കറുത്തിട്ടില്ല. അപ്പോൾ ഈ ഭർത്താവും വെളുത്തിട്ടാണ്, ഭർത്താവിൻ്റെ ഉപ്പിയമ്മയും വെളുത്തിട്ടാണ്, ഈ ഭാര്യ വെളുത്തിട്ടാണ്, ഭാര്യയുടെ ഉപ്പിയമ്മയും വെളുത്തിട്ടാണ്, ഈ കുട്ടി മാത്രം കറുത്തുപോയി. അപ്പോൾ ഇയാൾ കുറേ അധികം ഹരാസ് ചെയ്തിട്ടുണ്ട് ഈ ഭാര്യയെ. നിനക്ക് എങ്ങനെ കറുത്ത കുട്ടി ഉണ്ടായി എന്ന് ചോദിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശില്ല,
അത് കറുത്ത കുട്ടി ഉണ്ടാകാം, വെളുത്ത കുട്ടി ഉണ്ടാകാം, മനുഷ്യനല്ലേ, പലതരത്തിലുള്ള കുട്ടികളുണ്ടാവുക എന്ന് പറഞ്ഞ് നീ അത് വിഷയമാക്കണ്ട എന്ന് പറഞ്ഞയച്ചാലും അവൻ്റെ മനസ്സിൽ ആ വിഷയം മാറില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് ഒട്ടകങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഒട്ടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ നിറം എന്താണ്? ചുവപ്പ്. ചോദ്യം ചോദിക്കുകയാണ്, അതിൽ കറുത്ത നിറമുള്ളതുണ്ടോ? ഇല്ല. ചാര നിറമുള്ളതുണ്ടോ? ഉണ്ട്. ഈ ചാര നിറമുള്ള ഒട്ടകങ്ങൾ അതെങ്ങനെ വന്നു? അയാൾ പറഞ്ഞു, അതിൻ്റെ പൈതൃക ഗുണമായി ലഭിച്ചതാവാം, തലമുറകളായി അവശേഷിക്കുന്ന പ്രസ്തുത ഗുണം ഈ ഒട്ടകത്തിന് പകർന്നു കിട്ടിയതാകാം. അപ്പോൾ അയാൾ ഉത്തരം പറഞ്ഞു, ഈ കറുത്ത കുട്ടി എന്നുള്ളതിനുള്ള ആൻസർ ആയല്ലോ. അത് പിന്നെ വാപ്പാൻ്റെ വാപ്പയൊക്കെ കറുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുട്ടി കറുക്കുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പിന്നെ ഒരു ഉദാഹരണം, ഒട്ടകത്തിന് ചാരനിറം വന്നതെന്തുകൊണ്ട്? എല്ലാ ഒട്ടകവും ചുവപ്പ് നിറം, ഒരു ഒട്ടകം ചാരനിറമായി വന്നു. അപ്പോൾ ഒട്ടകം ചാരനിറമായി വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ പൈതൃക ഗുണമായിട്ട് ജീനിൽ വന്നതായിരിക്കാം എന്നാണ് പറയുന്നത്. എങ്കിൽ പൈതൃക ഗുണം കിട്ടിയതാവാം നിൻ്റെ കുട്ടിക്കും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞത്. അയാൾക്ക് എത്ര ആശ്വാസമായി. അയാൾ വളരെയധികം ദേഷ്യത്തോടെ വിമർശന ബുദ്ധിയോടുകൂടി വന്ന ഒരാൾ, അയാൾക്ക് എത്രത്തോളം ആശ്വാസമായത്. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് പിന്നെ ആ തത്വത്തെ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. കാരണം ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ് പറഞ്ഞത്. രണ്ട്, മനസ്സിലാകുന്ന ശൈലിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ട് ഏറ്റവും പ്രധാനമാണല്ലോ. നമ്മുടെ ആശയത്തിലേക്ക് ഒരാളെ എത്തിക്കാനും ഒരാളെ അനുസരിപ്പിക്കാനും എന്താ ചെയ്യേണ്ടത്? ഒരാളെ അനുസരിപ്പിക്കുകയാണ് ഞാൻ പിന്നെ മിക്കവാറും ക്ലാസ്സിലൊക്കെ നമ്മൾ പാരൻറ്റിങ്ങിൽ ഉൾപ്പെടുത്തൽ, അനുസരിക്കുക എന്നത് യഥാർത്ഥത്തിൽ അനുസരണം എന്നത് പറയുന്ന ആളുടെ ശൈലിക്കനുസരിച്ചാണ് അനുസരണം ഉണ്ടാവുക. ഇവിടെ ഹുദൈബിയ സന്ധിയിൽ സുപ്രധാനമായ പല നിയമങ്ങളുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 10 വർഷത്തിൽ സമാധാനത്തിൽ വർത്തിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോംപ്രമൈസ് ചെയ്തത് അവിടെ. മക്കയിൽ നിന്നും മദീനയിലേക്ക് മുസ്ലിമായി വരുന്ന ഒരാളെയും മദീനയിൽ സ്വീകരിക്കാതെ തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്നും മക്കയിലേക്ക് വരുന്ന ഒരാളെയും തിരിച്ചയക്കേണ്ടതില്ല. വല്ലാത്തൊരു നിയമമാണല്ലോ, വളരെ അന്യായത്തിൻ്റെ ഒരു നിയമം. ബാഹ്യത്തിൽ അത് മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായ അവസ്ഥ ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു വളരെയധികം നിരാശനായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ദീനിനോടും സഹാബത്തിനോടും ഇസ്ലാമിൻ്റെ ഭാവിയോടും അങ്ങേയറ്റത്തെ തീവ്രമായ സ്നേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുലർത്തിയിരുന്നു. ആ സ്നേഹം വെച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നിരാശനായി. എന്നാൽ എങ്ങനെ ഇത് മറികടക്കും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. ഇവിടെ തുടക്കത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എതിർത്ത് പറയുന്നില്ല, മറിച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആരംഭിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അതെ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നാം സത്യവിശ്വാസികളല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അതേ എന്ന് പറയാൻ. അവർ ബഹുദൈവാരാധകരല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അതേ എന്ന് പറയാൻ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന അടവാണത്. പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് യെസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ച് അത് അംഗീകരിപ്പിക്കുക. നാം സത്യത്തിൽ നിലകൊള്ളുന്നവരല്ലേ? അതെ, ശരിയാണ്, നമ്മൾ സത്യത്തിൽ നിലകൊള്ളുന്ന ആളുകളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നാം സത്യത്തിൽ നിലകൊള്ളുന്നവരല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അതെ ശരി. ഉമർ റളിയല്ലാഹു അൻഹു, അവർ അധർമ്മത്തിൽ നിലകൊള്ളുന്നവരല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ശരി തന്നെ, അങ്ങനെ തന്നെയാണ്, അധർമ്മത്തിൽ തന്നെയാണ് അവർ നിലകൊള്ളുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ നാം എന്തിനാ അധമത്വം സ്വീകരിക്കണം? അവിടെ ലോക്കാക്കിയത്. പിന്നെ നമ്മൾ എന്തിനാ അധമത്വം സ്വീകരിക്കണം? അല്ലെങ്കിൽ ആ തത്വം സ്വീകരിച്ചിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകണം? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതേ ശൈലിയിൽ തുറന്ന് തിരിച്ച് പറയാണ്. എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ദൂതനല്ലേ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനല്ലേ? അതെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയും, എന്നാൽ അദ്ദേഹത്തെ അനുസരിക്കുക. അവിടുന്ന് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ പാലിക്കുക, അവയൊരിക്കലും ധിക്കരിക്കരുത്. തുണിയിലും ഊടും പാവും പോലെ ഒട്ടിച്ചേർന്ന് നിൽക്കണമെന്നർത്ഥം. അപ്പോൾ പറയുന്നത് എന്താ? തുണിയുടെ ഓരോ ഇഴകളും എങ്ങനെ ചേർന്ന് നിൽക്കുന്നോ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് നിൽക്കണം എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മൾ സത്യവിശ്വാസികളും അദ്ദേഹം പ്രവാചകനും മറ്റുള്ളവർ അധർമ്മത്തിലും തെമ്മാടിത്തത്തിലുമാണെങ്കിൽ ഇവിടെ റസൂലിനെ അനുസരിക്കുക എന്നതിൽ കോംപ്രമൈസ് ഇല്ല എന്നതാണ് അവിടെ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ക്ഷമ കൈക്കൊള്ളാൻ ശ്രമിച്ചു, പക്ഷേ ക്ഷമിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി വീണ്ടും ചോദിച്ചു,
ഇത് കേട്ട് നബി പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമാണ്. അവൻ്റെ കൽപ്പനയ്ക്കെതിരെ എനിക്ക് എതിര് കാണിക്കാൻ പറ്റില്ല. അവൻ ഒരിക്കലും എന്നെ കൈവടിയില്ല. ഈ വർത്തമാനം പറഞ്ഞപ്പോൾ പിന്നെ ഉമർ റളിയല്ലാഹു കുറച്ചുകൂടി സമാധാനം ഉണ്ടായി, സന്തോഷം ഉണ്ടായി, മക്ക വിജയം ഉണ്ടായി. ആ സമയത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ നിലപാട് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. ഹുദൈബിയ സന്ധിയിൽ ഉമർ റളിയല്ലാഹു പറഞ്ഞ അഭിപ്രായം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത് മക്ക വിജയത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു പിന്നീട് പറയാണ്, അന്ന് തൻ്റെ സംസാരത്തിൻ്റെ പ്രത്യാഘാതം ഭയന്ന് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹുവിനെയൊക്കെ എതിർത്തില്ലേ, ആ എതിർത്തതിൻ്റെ പ്രത്യാഘാതം ഭയന്ന് ഇപ്പോഴും നോമ്പെടുക്കാനും ദാനം ചെയ്യാനും നിസ്കരിക്കാനും അടിമകളെ മോചിപ്പിക്കാനും ഒക്കെ എന്ത് ചെയ്യുക, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചർച്ച എങ്ങനെയാണ് ഒരു കാര്യം ബോധ്യപ്പെടുത്തുക എന്ന് മനസ്സിലാക്കി. അപ്പോൾ കുട്ടികളോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, ഭർത്താവിനോട്, ഭാര്യയോട്, മാതാപിതാക്കളോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് യോജിക്കുന്നതിൽ വന്ന് പിന്നെ വിയോജിക്കുന്നതിലേക്കെത്തി വിയോജിക്കുന്നത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഈ ശേഷി നമുക്കും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ മകൻ ഖുർആൻ മനഃപ്പാഠമാകുന്നത് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾക്കാവട്ടെ അവന് ഖുർആൻ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ രണ്ടുപേര് യോജിക്കുന്ന കാര്യം തുടങ്ങുക. അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലേ? സ്വർഗത്തിൽ ഉന്നത പദവികൾ നേടാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? അവ ചോദിച്ചാലുണ്ട് എന്നായിരിക്കും അവൻ്റെ ഉത്തരം. അപ്പോൾ നിർദ്ദേശ രൂപത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുക. എന്താ അഭിപ്രായം? എങ്കിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഖുർആൻ പാഠമാക്കാൻ ശ്രദ്ധിച്ചാൽ നിനക്ക് എന്ത് ചെയ്യുക, സ്വർഗത്തിലേക്ക് എത്താം. ഹിജാബ് ധരിക്കാത്തൊരു സ്ത്രീനെ കണ്ടു, രണ്ടുപേര് യോജിച്ച കാര്യത്തിൽ നിന്ന് തുടങ്ങാൻ പറ്റും. നന്മയിൽ കൊതിയുള്ള ഒരു മുസ്ലിം സ്ത്രീയാണ് നിങ്ങളെന്ന് എനിക്കറിയാം. നന്മയിൽ കൊതിയുള്ള ഒരു മുസ്ലിം സ്ത്രീയാണ് നിങ്ങളെന്നറിയാം. അവർ പറയും, അൽഹംദുലില്ലാഹ്, ശരി തന്നെ. ആ പവിത്രതയുള്ളവളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവളുമല്ലേ നിങ്ങളെന്ന് ചോദിക്കണം. അവർ തീർച്ചയായും അള്ളാഹുവിന് സ്തുതി. നിങ്ങൾ ഹിജാബിൻ്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ശരീരം മറക്കുന്നതിൽ കണിശത പുലർത്തിയിരുന്നെങ്കിൽ, ഇങ്ങനെ നാം ആഗ്രഹിക്കുന്ന ജനങ്ങൾ അവരറിയാതെ എന്ത് ചെയ്യും, നമ്മൾ അനുസരിക്കുന്നതിന് കാരണമാകും. ഇനി ശത്രുവിൻ്റെ ശത്രുത മാറ്റി മിത്രമാക്കാൻ വല്ല വഴിയുമുണ്ടോ? നമ്മൾ വിദ്വേഷം വെച്ചിട്ട് കുട്ടികളോട് വിദ്വേഷം വെച്ച് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർ ആ വിദ്വേഷത്തിനനുസരിച്ച് അനുസരണക്കേട് കാണിക്കും, റിബലിസം കാണിക്കും. നമ്മളില്ലെങ്കിൽ അവർ കൂടുതൽ തിന്മകൾ ചെയ്ത് പിന്നെ വഷളാവും. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഖുർആൻ മനുഷ്യരോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ വരേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. ലാ യസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫാ ബില്ലത്തി ഹിയ അഹ്സൻ ഫൈദല്ലദി ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മയും തിന്മയും സമമാവുകയില്ല. ഒരാൾ ദേഷ്യപ്പെട്ടാൽ ആ ദേഷ്യം തിന്മയാണ്, ഒരാൾ വിനയപ്പെട്ടാൽ ആ വിനയം നന്മയാണ്. വിനയവും ദേഷ്യവും സമമാവുകയില്ല, അഹങ്കാരവും വിനയവും സമമാവുകയില്ല. അതേപോലെ ശിക്ഷയും രക്ഷയും സമമാവുകയില്ല. കൂടുതൽ നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ തടുത്തുകൊള്ളുക. ഏറ്റവും നല്ല കാര്യത്തിൽ, നല്ല സ്വഭാവത്തിലൂടെ തിന്മയെ തടുക്കാൻ സാധിക്കണം. എന്നാൽ നിൻ്റെയും യാതൊരുവൻ്റെയും ഇടയിൽ വല്ല ശത്രുതയുമുണ്ടോ അവൻ ഉറ്റ ബന്ധുവെ പോലെ ആയിത്തീരും. അപ്പോൾ ശത്രുവിനെ മിത്രമാക്കാൻ എന്ത് ചെയ്യണം? ശത്രുവിനെ മിത്രമാക്കാൻ ചെയ്യേണ്ടത് അവനോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുക എന്നുള്ളതാണ്. നമ്മൾ ശത്രുവെ മിത്രമാക്കാതെ ശത്രുവായി കണ്ടാൽ വീണ്ടും വീണ്ടും ആ ശത്രു എന്തായി, അത് നമ്മളെ വിട്ടു പോവുകയും അവൻ വീണ്ടും ശത്രുതയിലേക്ക് എത്തുകയും അവൻ്റെ ശത്രുത വർദ്ധിക്കുകയും ചെയ്യും. അതിനെ സ്റ്റോപ്പ് ആക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? നന്മ കൊണ്ട് അവനോട് പെരുമാറണം. അതിനെന്താ വേണ്ടത്? ക്ഷമ അഥവാ സഹനം കൈക്കൊണ്ടവർക്കല്ലാതെ ഇക്കാര്യം എത്തപ്പെടുകയില്ല. വമ്പിച്ച ഭാഗ്യവാനല്ലാതെ ഇത് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അമാനി മൗലവി റഹ്മഹുല്ല ഈ ഒരു പാർട്ടിൽ, ഈ ഒരു ഭാഗത്ത് പറഞ്ഞ ചില വസ്തുതകളുണ്ട്. അത് നമ്മൾ വളരെ സാവധാനത്തിൽ രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് വേണ്ടത്. അതിലൊന്ന് വളരെ മഹത്തായ ഒരു തത്വമാണ് ഈ വചനം കൊടുക്കുന്നത്. നന്മയും തിന്മയും സമമാവുകയില്ല. ലാ വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ. എന്താണ്? നന്മ അതിൻ്റേതായ നല്ല ഗുണങ്ങളും തിന്മക്ക് അതിൻ്റേതായ ചീത്ത ഗുണങ്ങളുണ്ട്. തിന്മ ചെയ്തവൻ ദുരന്തം അനുഭവിക്കും, നന്മ ചെയ്തവൻ അതിൻ്റെ ഗുണം ഏറ്റുവാങ്ങുകയും ചെയ്യും.
നന്മ വരുത്തുവാൻ ഒരിക്കലും തിന്മക്ക് സാധിക്കുകയില്ല. ഒരു തിന്മ പലപ്പോഴും പല തിന്മകൾ ചെയ്യുവാൻ കാരണമാവും. തിന്മയിലൂടെ പോകുമ്പോൾ തിന്മയിലേക്ക്, പിന്നെയും തിന്മയിലേക്ക്, പിന്നെയും തിന്മയിലേക്ക്. നന്മ ചെയ്യുന്ന ഒരാൾക്ക് കുറേയധികം തിന്മ തടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ആ സ്പേസിലെ ഒരു തിന്മയെ മാറ്റിവെക്കുക എന്നർത്ഥമുണ്ട്. തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്പേസിലെ ഒരു നന്മയെ എടുത്തു വെക്കുക, മാറ്റിവെക്കുക എന്നുണ്ട്. അതുകൊണ്ട് തിന്മയെ തടുക്കുവാനും മുടക്കുവാനും ഏറ്റവും നല്ല ആയുധം നന്മയാകുന്നു. ഒരു തിന്മ കളയണമെങ്കിൽ ആ സ്പേസിൽ ഒരു നന്മ ചെയ്താൽ മതി. ഫേസ്ബുക്ക് അങ്ങനെ നോക്കിയിരിക്കണേ, അതിന് മാറണമെങ്കിൽ ആ സമയത്ത് ഖുർആൻ എടുത്ത് പാരായണം ചെയ്താൽ മതി. ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം നയപൂർവ്വം അതിൽ പ്രയോഗിക്കേണ്ടത് പ്രയോഗിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ ഫലം അനുഭവപ്പെടുകയുള്ളൂ. കൂടുതൽ നല്ലത് ഏതോ അതുകൊണ്ട് എന്ത് ചെയ്യണം? തിന്മയെ തടയും. ഇദ്ഫാ ബില്ലത്തി ഹിയ അഹ്സൻ, ഇദ്ഫാ ബില്ലത്തി ഹിയ അഹ്സൻ. അതാണ് അള്ളാഹു ഉപദേശിച്ചത്. ഏറ്റവും കൂടുതൽ നന്മ കൊണ്ട് എന്ത് ചെയ്യണം? ഒരാൾ ഉപദ്രവിച്ചു, അയാൾക്ക് അങ്ങോട്ട് ഉപകാരം, അയാളുടെ ഉപദ്രവത്തിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും മറന്ന് അങ്ങോട്ട് ഉപകാരം ചെയ്യാൻ സാധിക്കണം. ഭർത്താവ് ഇങ്ങോട്ട് ഉപദ്രവിക്കും, അപ്പോൾ ആ ഉപദ്രവത്തെ മറികടന്ന് അല്ലെങ്കിൽ ഇങ്ങോട്ട് വിഷമിപ്പിക്കും, അതിനെ മറികടന്ന് അങ്ങോട്ട് നന്മ ചെയ്യാൻ കഴിയുന്നവളാണ് നല്ല ഭാര്യ. ഒരു മകൻ ഉമ്മ ഉപ്പ ഇങ്ങോട്ട് ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ആ ഉപദേശത്തെ സ്വീകരിക്കുകയും അതിലുള്ള കല്ലും മുള്ളും വകഞ്ഞു മാറ്റി അതിൽ വിഷമം വരാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അഥവാ അവർ ഇങ്ങോട്ട് ചെയ്യുന്നതിനെ മറികടന്ന് അങ്ങോട്ട് നന്മ ചെയ്യുന്നതിനെയാണ് യഥാർത്ഥത്തിൽ വലിയ പുണ്യമായി കണക്ക് കൂട്ടിയിട്ടുള്ളത്. നന്മ വരുത്താൻ തിന്മക്കൊരിക്കലും സാധിക്കില്ല. ദേഷ്യപ്പെട്ടതുകൊണ്ട് ഒരാൾ നന്നാവില്ല, അഹങ്കരിച്ച് പറഞ്ഞതുകൊണ്ട് ഒരാൾക്ക് നന്നാകാൻ പറ്റില്ല, അയാളുടെ മേലെ നിൽക്കാൻ വേണ്ടി സംസാരിച്ചതുകൊണ്ട് അയാൾ നന്നാവില്ല. നന്മ വരുത്തുവാൻ ഒരിക്കലും തിന്മക്ക് സാധിക്കില്ല. തിന്മ പലപ്പോഴും എന്ത് ചെയ്യും? പല തിന്മയും വരുത്തും. നമ്മൾ ആ പോയിന്റ് പറഞ്ഞല്ലോ. പിന്നെ ഉദാരമായ പെരുമാറ്റം, ക്ഷമ, മാപ്പ്, വിട്ടുവീഴ്ച, നല്ല വാക്ക്, പ്രതികാര മനസ്ഥിതി ഉപേക്ഷിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ക്ഷമയിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ സഹനത്തിലേക്കും പക്വതയിലേക്കും അവധാനതയിലേക്കും എത്താൻ പറ്റും. ഈ മാർഗം സ്വീകരിക്കുന്ന പക്ഷം തമ്മിലുള്ള ശത്രുതക്ക് പകരം ബന്ധുത്വമായി മാറും. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. ഏറ്റവും നല്ല ഒരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ, അവരോട് അനൈക്യം പ്രകടിപ്പിക്കുന്നുണ്ട്, അവരോട് ഭിന്നത കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഒന്നിക്കാനുള്ള മാർഗം? അയാൾക്ക് ഉപകാരം ചെയ്യുക, അയാൾക്ക് നന്മ ചെയ്യുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാൾക്ക് പറ്റുന്ന രൂപത്തിൽ അയാൾക്ക് എന്ത് ചെയ്യുക? സ്വതക്ക നൽകുക, അയാളെ നമ്മൾ പരിഗണിക്കുക. അപ്പോൾ അയാൾക്ക് ഈ ചെയ്തതിലുള്ള മനസ്സുകുത്ത് വന്നിട്ട് നമ്മളിൽ നിന്നും ആ കാര്യം മാറും. പക്ഷേ ഈ മഹത്തായ തത്വം പ്രയോഗിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. നന്മ ചെയ്തവരോട് പോലും തിന്മ ചെയ്യുന്ന ആളുകളാണ് പല ആളുകളും. ഒരു തിന്മക്ക് പകരം ഒന്നിലധികം തിന്മ തിരിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണ് അധികം. നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും അതേ അളവിൽ കവിയാത്ത ഒരവസ്ഥ അത് കഴിയൂല. ഒരു തിന്മ അങ്ങോട്ട് ചെയ്താൽ ഒരു തിന്മ അങ്ങോട്ട് ചെയ്യാറിയുമ്പോൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് അധികമാവും. അതിലേറെ നല്ലത് അത് വിട്ടുകൊടുത്ത് ആ സമയത്ത് നന്മ ചെയ്യാണ് അതിലേറെ നല്ലത്. തിന്മയെ തടയുവാൻ നന്മയെ മാത്രം ഉപയോഗപ്പെടുത്തുക, അത് കൂടുതൽ പ്രായോഗികമായ രീതിയിലാകാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന അവരുടെ കാര്യം പറയാണ്ടോ അവരെന്ത് ചെയ്യും? അവർ പരിഹാരത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷമയും സഹനവും ഉള്ളവർക്കും മഹാഭാഗ്യവാന്മാരായ ആളുകൾക്കും അല്ലാതെ എന്ത് ചെയ്യൂല, ഇത് സാധിച്ചു കിട്ടൂല. അമായുലക്കാഹ ഇല്ലല്ലദീന സ്വബറു അമായുലക്കാഹ ഇല്ല ദു ഹദിൻ അദീം. എന്നാൽ അള്ളാഹു പ്രത്യേകം ഈ കാര്യം ഉണർത്തിയത് അതുകൊണ്ടാണ്. സഹനശീലന്മാർ അവരിൽ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറയുന്ന വാചകങ്ങൾ, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസിലു അല്ലദീ ഇദാ ഖതഅതു റഹിമഹു വസലഹ. ഇങ്ങോട്ട് ചെയ്തതുപോലെ അങ്ങോട്ടും സമത്തിന് സമമായി പ്രവർത്തിക്കുന്നവനല്ല ബന്ധം പാലിക്കുന്നവൻ, പക്ഷേ തന്നോട് ബന്ധം മുറിക്കപ്പെട്ടാൽ അങ്ങോട്ട് ആ ബന്ധം പാലിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബന്ധം പാലിക്കുന്നവൻ. ഇങ്ങോട്ടൊരു സാധനം തന്നു, അപ്പോൾ അങ്ങോട്ട് അതേപോലെ സാധനം കൊടുക്കുക, ഇങ്ങോട്ട് ഉപദ്രവിച്ചു അങ്ങോട്ട് ഉപദ്രവിക്കാം. ഇങ്ങനൊരു ബാർട്ടർ സമ്പ്രദായം അഥവാ കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായത്തിന് പകരം ഇങ്ങോട്ട്
ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം പാലിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ന് മാറുന്നു, അപ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണമായൊരു മുസ്ലിമായി മുഅ്മിനായിട്ട് മാറുക. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിന്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിക്കുന്ന ആളോട് അവൻ്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് തുല്യമായി മറ്റൊരു പ്രതികാര നടപടിയും നിനക്കെടുക്കാനില്ല. അള്ളാഹു കൽപ്പിച്ചതിനെതിരെ ഒരാൾ നമ്മളോട് പ്രവർത്തിച്ചു, അത് നമുക്ക് ഉപദ്രവമായി, ഇനി എന്തു ചെയ്യണം? അതിനാണ് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അവനോട് പ്രവർത്തിക്കുക. അള്ളാഹു കൽപ്പിച്ചത് എന്താണോ, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഈ 3 പ്രൊസീജിയറാണ് യഥാർത്ഥത്തിൽ ഉപദ്രവിക്കപ്പെട്ടവൻ ഉപദ്രവിച്ചവരോട് ചെയ്യേണ്ട നിലപാടതാണ്. അതാണ് അല്ലാഹു തആല കൽപ്പിച്ചത്. ആ കൽപ്പിച്ചതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് അവൻ്റെ പ്രവർത്തനം പിന്നീട് അത് സ്വർണത്തിൻ്റെ മൂല്യമുള്ള, വജ്രത്തിൻ്റെയും വൈഢൂര്യത്തിൻ്റെയും മൂല്യമുള്ളതായി ആ പ്രവർത്തനം അനുഭവപ്പെടും. ഹാക്കിം ഇബ്നു കസീർ എന്നൊരു കവി പറയുന്നുണ്ട്, വമാ ഷൈഇൻ അഹബ്ബു ഇല സഫീഹ ഇദാ സബ്ബുൽ കരീമു മിനൽ ജവാബി മുതാറകത്തുൻ സഫീഹു ബിലാ ജവാബിൻ അശദ്ദു അലയ്യ സഫീഹു മിനസ് സബാബി. ഭോഷനായ ഒരാൾ മാന്യനായ ഒരാളെ ചീത്ത പറയുമ്പോൾ അയാളിൽ നിന്ന് അതിന് മറുപടി ലഭിക്കുന്നതിനേക്കാൾ തൃപ്തികരമായി അവന് മറ്റൊന്നും ഉണ്ടായിരിക്കില്ല. ഒരു ഭോഷനായ ഒരാൾ മാന്യനായ ഒരാളെ ചീത്ത പറയണം. ഈ മാന്യനായ ആൾ തിരിച്ചു പറയുമ്പോൾ ഭോഷനായ ആൾക്കൊരു സമാധാനം ഉണ്ടാവും. അയാൾ രണ്ടിനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. എന്നാൽ ഭോഷനോട് മറുപടി പറയാതെ വിട്ടേക്കുന്ന നയം സ്വീകരിച്ചാൽ അവനോട് ചീത്ത പറയുന്നതിനേക്കാൾ അവൻ അസഹനീയമായിരിക്കും. ചില സമയത്തൊക്കെ അങ്ങോട്ട് പറയുന്നതിനേക്കാളും ബുദ്ധിമുട്ട് നമ്മൾ മൗനം പാലിക്കുമ്പോഴേക്കാണ്. ഒരാൾ അമാന്യമായി സംസാരിക്കുന്നു, അയാളെ മറികടക്കാനുള്ള മാന്യതയില്ലായ്മ നമുക്കില്ല. നമ്മൾ ആ കാര്യത്തിൽ അശക്തനാണ്. കാരണം നമുക്ക് ധാർമ്മിക ബോധമുണ്ടല്ലോ. ഈ ധാർമ്മിക ബോധമുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കാതിരുന്നാൽ, നമ്മൾ പ്രതികരിക്കാത്തതാണ് അയാൾക്ക് ശിക്ഷയായി ഭവിക്കുക. നമ്മൾ പ്രതികരിച്ചാൽ അയാൾ പറഞ്ഞു, നമ്മളും പറഞ്ഞു, സമാസമം. പിന്നെ അയാൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. മറിച്ച് അയാളെ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേയിരിക്കും, ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഇയാൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പോൾ എൻ്റെ കയ്യിൽ കുഴപ്പമുണ്ടോ? അയാൾ പ്രതികരിക്കാൻ മാത്രം എനിക്കെന്ത് അയോഗ്യതയാണുള്ളത്? ഞാൻ യോഗ്യനാണെങ്കിൽ അയാൾ അതിനനുസരിച്ച് പ്രതികരിക്കുമല്ലോ എന്നൊക്കെ അയാൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു കവി പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നൽ അദാവത തസ്തഹീലു മവദ്ദതൻ ബിതദാറുകിൽ ഹഫ്വാതി ബിൽ ഹസനാതി. അബദ്ധങ്ങൾക്ക് നന്മകൾ വഴി പരിഹാരമുണ്ടാക്കുന്നതായാൽ നിശ്ചയമായും ശത്രുത സ്നേഹബന്ധമായി മാറും എന്ന് സാരം. അപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ച് അതിനെ നന്മകൾ വഴി ആ അബദ്ധങ്ങൾക്ക് പരിഹാരം കണ്ടാൽ അവരെന്ത് ചെയ്യും? അടുത്ത് വരും. കുട്ടികളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. അവരിൽ വരുന്ന അബദ്ധത്തിന് പകരം നമ്മൾ നന്മ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ ആ നന്മ എന്ത് ചെയ്യും? ഉപകാരപ്പെടും. സുദൈസി ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു ദുശീലത്തിൻ്റെ പരിണിതിയാണ് അദ്ദേഹം ഹറമിലെ ഇമാമാകാൻ കാരണമെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം വിരുന്നുകാർ വരുന്ന ആ സമയത്ത് ആ ഭക്ഷണത്തിൽ മണൽ വാരി എറിഞ്ഞു. ആ സമയത്ത് ഉമ്മ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചത്, എൻ്റെ മകനെ ഹറമിലെ ഇമാമാക്കണമേ എന്നാണ്. അപ്പം നന്നാക്കണം എന്ന് പറയുന്നതിന് പകരം ഏത് ലക്ഷ്യത്തിലേക്കാണോ എത്തേണ്ടത് ആ ലക്ഷ്യത്തെ വെച്ച് ആ ഉമ്മ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന സ്വീകരിച്ചു. അല്ലാഹു തആല അദ്ദേഹത്തെ അവിടെ എത്തിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഉമ്മക്ക് വേണമെങ്കിൽ ദേഷ്യം തീരുന്നത് വരെ അടിക്കാമായിരുന്നു. അതിൽ നിന്ന് മാറി ഒരു നന്മ കൊണ്ട് പ്രതികരിച്ചു. അള്ളാഹു എടുത്തു കാട്ടിയ ഒരു മഹാഭാഗ്യം. അത് പ്രധാന തടസ്സം മനുഷ്യൻ്റെ കോപമാണ്, പ്രതികാരവാചന, വിദ്വേഷമാണ്, താൻ ജയിക്കണമെന്ന വാശിയാണ്. ഇനി പാരൻറ്റിങ്ങിൽ രക്ഷിതാക്കൾ ജയിക്കണമെന്ന വാശി അവസാനിപ്പിച്ചാൽ തന്നെ തോറ്റു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിജയം. അങ്ങനെ തോറ്റു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മനുഷ്യ പിശാചുക്കളും ജിന്ന് പിശാചുക്കളും അവനതിന് പ്രോത്സാഹിപ്പിക്കും. എന്നാൽ മനുഷ്യ പിശാചുക്കൾ ദുഷ്പ്രേരണകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെപ്പറ്റി മനുഷ്യൻ ഏറെക്കുറെ ആലോചിച്ച് രൂപം കാണും.
നമ്മുടെ കൂടെ കരീനായ ജിന്നുണ്ട്, അവൻ നമ്മളെ നരകത്തിലേക്ക് സദാ വലിച്ചു കൊണ്ടുപോവുകയാണ്. ഈ ഒരു പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്നും ദുഷ്പ്രേരണയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ആ വമായുലക്കാഹ എന്ന് പറഞ്ഞില്ലേ, അതിന് ശേഷം വരുന്ന ആയത്താണ്. 3 ആയത്തുകളാണ് യഥാർത്ഥത്തിലെ ഈ ഒരു പാരൻറ്റിങ് ക്ലാസ്സിൽ നമ്മൾ എടുത്തു പറയുന്നത്. പിശാചിൽ നിന്ന് വല്ല ദുഷ്പ്രേരണയും എപ്പോഴെങ്കിലും നിന്നെ ഇളക്കി വിട്ടേക്കുന്ന പക്ഷം അപ്പോൾ നീ അല്ലാഹുവിൽ ശരണം തേടുക. ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. നിശ്ചയമായും എല്ലാം കേൾക്കുന്നവനും അറിയുന്നവൻ അല്ലാഹുവാണ്. അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. കോപത്തിനും വിദ്വേഷത്തിനുള്ള പ്രധാന കാരണം പിശാചിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ആ പിശാചിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കോപിക്കുമ്പോൾ, അവധാനതയില്ലാതെ പെരുമാറുമ്പോൾ, അക്ഷമ കാണിക്കുമ്പോൾ, വിട്ടുവീഴ്ച ഇല്ലായ്മ ജീവിതത്തിൽ വരുമ്പോൾ, ഇതെന്നെ പിശാച് സ്വാധീനിപ്പിച്ച് ഇവിടെ ഫിർക്കത്തുണ്ടാക്കി എന്നെയും അയാളെയും തെറ്റിച്ച് ആകെ ജീവിതം കുളമാക്കി നിരാശയിൽ കൊണ്ടുപോയി, ദുഃഖത്തിൽ കൊണ്ടുപോയി തളച്ചിടാനുള്ള അവൻ്റെ തന്ത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. നാം ചോദ്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഉത്തരം കണ്ടെത്തണം. എന്തൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്? 1, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് മാറ്റം വരുത്താൻ കുട്ടികൾ ശ്രമിക്കണമെന്ന് നമ്മൾ വാദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ കാര്യങ്ങൾ മനസ്സിലായാൽ ഒരു മാറ്റവുമില്ലാത്തവർ രക്ഷിതാക്കളാണ്. ഇത് മാറുക എന്നതല്ലാതെ ഒരു കാര്യത്തിനും പരിഹാരമില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന പാരൻറ്റിങ്ങിൽ നമ്മൾ അസ്വസ്ഥരാണോ? ആണെങ്കിൽ നമുക്ക് മാറ്റം അനിവാര്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. സദസ്സിനോട് ഇത് കുറച്ച് ഊക്കോടുകൂടി ശക്തിയോടുകൂടി നമ്മൾ ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ കുറച്ച് ക്ലിയർ ആകാറുണ്ട്. ഈ വീഡിയോ കണ്ടത് മുതൽ ഈ ഫാക്കൽറ്റികൾ ഇതിൽ മാറ്റം വരുത്തണം, ഈ ശൈലിയിൽ മാറ്റം വരുത്തണം. അവരുടെ കാര്യങ്ങളിൽ പ്രത്യേകമായ ഒരു മാറ്റം അനുഭവപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ രക്ഷിതാക്കളോട് നമുക്ക് ഊക്കോടുകൂടി ശക്തിയോടുകൂടി പറയാൻ പറ്റുള്ളൂ. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവം, ശൈലി ഇവ കണ്ട് പകർത്തി ജീവിക്കേണ്ടവനാണ് ഞാൻ, ഒരു മുസ്ലിമായ ഞാൻ എന്ന ഒരു ധാരണ വെച്ച് പുലർത്തുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ദീന് നമുക്കതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാനൊന്ന് മുഹമ്മദ് നബിയാണെന്ന് അറിയും, അങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവിടെ നിഷേധമാണ് കാണിക്കുന്നത്. വത്തഖുല്ലാഹ മസ്തതാഅ്തും, കഴിയുന്നത്രേ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാലോ. ആശയവിതരണ രംഗത്ത് നമ്മൾ പുതിയ രൂപങ്ങൾ സ്വീകരിക്കണം. 2 കൂട്ടർക്കും അഥവാ മക്കൾക്കും രക്ഷിതാക്കൾക്കും യോജിച്ച ഒരു പോയിന്റിൽ നിന്ന് യോജിച്ച ഒരു രീതിയിൽ ആശയവും സംഭാഷണ തലവും നടപ്പിലാക്കാൻ നമ്മൾ തയ്യാറാണോ എന്ന് ആലോചിക്കണം. അതിന് തയ്യാറാണോ നമുക്ക് മാറ്റം ഉണ്ടാവും. നമ്മൾ ശൈലി മാറ്റണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി. ശൈലികൾ മാറും. അത് ആഗ്രഹിക്കുന്നില്ല, ഞാനിതിൽ നിന്നൊരു ഇഞ്ച് മുന്നോട്ട് പോകില്ല, ബാക്കിയുള്ളവരൊക്കെ മാറണമെന്ന വാശിയിലാണ് പല ആളുകളും നടക്കുന്നത്. ശത്രുക്കളെ തുരത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും പറഞ്ഞ കാര്യം ജീവിതത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടോ? അഥവാ ഒരു ശത്രുവിനെ മിത്രമാക്കാനുള്ള രീതി ഖുർആനും ഹദീസും പറഞ്ഞല്ലോ. ആ രീതിയെ ജീവിതത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടോ? ബന്ധങ്ങൾ തകരുമ്പോൾ അത് പലരിലേക്കും ചാരുന്നതിന് പകരം സ്വയം കുറ്റമേറ്റെടുത്ത് മാറേണ്ടിടത്ത് മാറി ചിലർക്ക് മാപ്പ് പറഞ്ഞ് അങ്ങോട്ട് നന്മ ചെയ്ത് വിജയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് താങ്കൾ തയ്യാറാണ്? ഇവിടെ ചോദിക്കണം എന്താണ്? ആരെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ, ആരെങ്കിലും മിണ്ടാതിരുന്നാൽ കുറ്റം മുഴുവൻ തെറ്റിയവരെ ചാർത്തും, അവർക്ക് വിമർശനം കൊടുക്കും. എൻ്റെ അടുത്ത് എന്താണ് തെറ്റ് വന്നത്? ഭാര്യയും ഭർത്താവും തെറ്റിക്കഴിഞ്ഞാൽ ഭർത്താവ് ആലോചിക്കേണ്ടത് എന്താ? ഭർത്താവിൻ്റെ അടുത്ത് എന്ത് തെറ്റ് വന്നു? ഭാര്യ ആലോചിക്കേണ്ടത് എന്താ? എൻ്റെ അടുത്ത് എന്ത് തെറ്റ് വന്നു? ഇതാലോചിക്കുമ്പോഴേ അതിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രക്ഷിതാവ് എന്ന നിലയിൽ എൻ്റെ അടുത്ത് എന്ത് തെറ്റ് വന്നു, മക്കൾ എന്ന നിലയിൽ അവരുടെ അടുത്ത് എന്ത് തെറ്റ് വരുന്നു എന്ന് അവരും ആലോചിച്ചാൽ പ്രശ്നം തീർന്നു. മറ്റത് മക്കളുടെ മുഴുവൻ കുറ്റം രക്ഷിതാക്കൾ ആലോചിക്കും, അവനവൻ്റെ കുറ്റം ആലോചിക്കൂല. രക്ഷിതാക്കളെ മുഴുവൻ കുറ്റം മക്കൾ ആലോചിക്കും, ആരോപിക്കും ചെയ്യും. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അതിനൊരു മർമ്മം കണ്ടെത്തി സ്വന്തം തിരുത്താൻ നമുക്ക് സാധിക്കണം. സ്വയം വിലയിരുത്തലിന് തയ്യാറാണ്. പല ആളുകൾക്കും ഭയമുള്ള കാര്യമാണ് സ്വന്തം വിലയിരുത്തുക എന്നുള്ളത്. എപ്പോൾ, എവിടെ, എന്നതിന് പകരം ഇപ്പോൾ ഇവിടെ വെച്ച് ഇന്ന് എന്ത് തീരുമാനിക്കാൻ കഴിയും?
ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ തീരുമാനിക്കും എന്നൊക്കെ പറയുന്ന ഭാവിയെ കുറിച്ച് ഞാൻ അങ്ങനെ തീരുമാനിച്ചു മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്, അതിലേക്ക് എത്താത്തതാണ്. അങ്ങനെയല്ല, ഇപ്പോൾ ഇവിടെ വെച്ച് എന്ത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഏറ്റവും പ്രധാനം. നിരവധി സംശയങ്ങൾക്ക് ഉത്തരമായിട്ട് ഈ ക്ലാസ്സിനെ കാണും. ആളുകൾ അനുഭവിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും പ്രതിസന്ധിയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് കുറേ കാര്യത്തിന് ഉത്തരമുണ്ട് ഈ ക്ലാസ്സിൽ എന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ PDF-ഉം അതേപോലെ PPT-യും ഒരു പ്രാവശ്യം പോലും നോക്കാതെ വീഡിയോ മുഴുവൻ കാണാതെ ഈ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് എഫക്റ്റ് ഉണ്ടാവും നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ട് PDF വായിച്ച് അതിൻ്റെ PPT വരുമ്പോൾ ആ PPT മനസ്സിലേക്ക് കയറ്റി വെച്ചതിൻ്റെ പോയിൻ്റ് കറക്റ്റാക്കി മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ക്ലാസ്സിൻ്റെ ഒരു ഖുലാസ അവസാനം പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവർ വരുത്തേണ്ട മാറ്റങ്ങളില്ല ചോദ്യങ്ങൾ അവസാനം പറയുന്നത് ഏറ്റവും ഊന്നൽ നൽകേണ്ട പാർട്ട് അതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, ആ ശൈലി പാരൻറ്റിങ്ങിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊക്കെ ചർച്ച ചെയ്യണം. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Yeah.